ഖലീഫ പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത മലയാളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൊമേഴ്ഷ്യൽ സിനിമയാണ് ഖലീഫ. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കുറവുള്ള ജോണറും കുറവിറങ്ങുന്ന ജോണറും ആക്ഷൻ എൻ്റർടൈനേഴ്സാണ്. അത്തരത്തിലുള്ള വലിയ ക്യാൻവാസിലുള്ള സിനിമകളാണ് മലയാള സിനിമയ്ക്ക് ഇനി ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ എല്ലാ സിനിമ എന്തൂസിയാസ്റ്റുകളും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ് ഖലീഫ. ഞാൻ പേഴ്സണലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സിനിമയ്ക്ക്. എനിക്ക് വൈശാഖിനെ പുള്ളി എത്രയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയെന്ന് പറഞ്ഞാലും പുള്ളി പണ്ട് ചെയ്തു വെച്ച സിനിമകളിൽ നിന്നും നമുക്കിപ്പോഴും പുള്ളിക്ക് കുറച്ചുകൂടെ ചാൻസുകൾ കൊടുക്കാം. അതിനുള്ള പടങ്ങളാണ് പുള്ളി പണ്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫോം എപ്പോഴും ടെമ്പററി ആയിരിക്കും, പക്ഷേ ക്ലാസ് പെർമനൻ്റ് ആണ്. വൈശാഖിന് ആ ഒരു ക്ലാസ് ഉള്ള ഡയറക്ടർ തന്നെയാണ്, ഒരു ഡൗട്ടും അതിലില്ല. ലൈഫിലേക്ക് പക്ഷേ എത്തുമ്പം ഈ സിനിമ ഒരു മാർക്കറ്റ് ചെയ്തിരുന്നത് ഒരു വലിയൊരു ആക്ഷൻ സിനിമ, ഒരു ആക്ഷൻ എക്സ്ട്രാവാഗൻസ സിനിമ, അല്ലെങ്കിൽ ഒരു ക്രൈം ഡ്രാമ, ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെയാണ്. പക്ഷേ ഇതൊരു പ്രോപ്പർ ഡ്രാമയാണ്. ഇതിൽ വേറെ ആക്ഷനോ ക്രൈമോ ഒക്കെ ഇതിൻ്റെ വെറും അതിലും സബ് ജോണർ എന്നൊക്കെ വേണം പറയാം. ഒരു ഡ്രാമയാണ് ബേസിക്കലി. ഈ ഡ്രാമയെ പറ്റി തന്നെ പറയുമ്പോഴത്തേക്ക് ഒരു ഡ്രാമ ആയാലും പോട്ടെ, നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഒടിയനൊക്കെ നമ്മൾ വലിയൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ പ്രതീക്ഷിച്ചൊരു ഡ്രാമ കിട്ടിയപ്പം നെഗറ്റീവ് ആണ്. അതുപോലെ മേ ബി വരാം. പക്ഷേ ഇതിൽ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രാമ പല സ്ഥലത്തും ഓവർ ഡ്രാമാറ്റിക് ആയി പോവാണ്. ഓവർ ഡ്രാമാറ്റിക് എന്ന് വെച്ചാൽ ഓവർ ഡ്രാമാറ്റിക് എക്സ്ട്രീം ഓവർ ഡ്രാമാറ്റിക് ആയി പോയിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് ഇത് എന്താണ്, സീരിയലാണോ പരസ്യമാണോ അങ്ങനെ തോന്നുന്നൊരവസ്ഥ നമുക്ക് തോന്നി. അതിൻ്റെ കൂടെ ഇതിൽ ആകെ എനിക്ക് പോസിറ്റീവായിടത് കണ്ണും പൂട്ടി പോസിറ്റീവ് എന്ന് പറയാനുള്ള ഒന്ന് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ. ആ ഇൻട്രോയുടെ നമുക്ക് ഇൻട്രോയ്ക്ക് കിട്ടുന്ന കിക്കോ കാര്യങ്ങളിലൊക്കെ ഉപരി അത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇൻട്രോ, പിന്നെ 2 ഇൻട്രവൽ ഒരു സീക്വൻസ്, ഒരു പ്രീ ഇൻട്രവൽ സീക്വൻസ് ഉണ്ട്. ഒരു കോയമ്പത്തൂർ എയർപോർട്ടിൽ നടക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് നല്ല രസമായിരുന്നു. അവിടെയാണ് എഴുത്തിൽ എന്തെങ്കിലും ഒരു മികവ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലൈമാക്സിലെ ഒരു ക്ലൈമാക്സിലെ ഫൈറ്റാണ്. അത് പറയുമ്പോൾ തന്നെ ഫൈറ്റുകൾ മൊത്തത്തിൽ കൊള്ളായിരുന്നു. പക്ഷേ ഈ ഫൈറ്റിൽ നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. നമുക്ക് ഒരിടത്തും ഇടിക്കടാന്ന് തോന്നണമല്ലോ, അപ്പോഴാണല്ലോ നമുക്ക് കിക്ക് കിട്ടുന്നത്. അങ്ങ് നമുക്ക് ഒരിടത്തും തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശംസിക്കാനില്ല. ആ ഫൈറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ കൊറിയോഗ്രാഫി കൊള്ളായിരുന്നു, പക്ഷേ നമുക്ക് ആ ഒരു കിക്ക് കിട്ടുന്നില്ല. എക്സെപ്റ്റ് ക്ലൈമാക്സിലാണ് പിന്നെയും അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മൂന്നും മാത്രമാണ് കണ്ണും പൂട്ടി പറയാവുന്ന പോസിറ്റീവ്സ്. ബാക്കി ഈ സിനിമയൊക്കെ ഉള്ളതൊക്കെ ഒന്നെങ്കിലും ഒരു മിഡ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ ഇതിൻ്റെ മേക്കിംഗ്, ഡയറക്ഷൻ സൈഡ് ഓക്കേഷാണ്. ചില സ്ഥലത്ത് ഭയങ്കര അമച്യൂറിഷാണ്, പല സ്ഥലത്തും കൈവിട്ട് പോകുന്നുണ്ട്. പക്ഷേ ബാക്കി ചില സ്ഥലത്ത് നന്നായിട്ടും വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നന്നായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ, ഇപ്പം ഒരു ഡയറക്ടറിൻ്റെ ജോലി ആ മൊത്തം ക്രൂവിനെ അവരുടെ വർക്കും അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചില പാട്ടുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഡയറക്ടറുടെയും കൂടെ കോളായതുകൊണ്ട് തന്നെ ആ ഒരു പല സ്ഥലങ്ങളിലും അതൊരു ഇൻകൺസിസ്റ്റൻറ്റ് ഡയറക്ഷനായിട്ട് തോന്നി. പക്ഷേ കുഴപ്പമില്ല. അതല്ലാതെ ബാക്കി ടെക്നിക്കലി വീക്കാണ്. ഈവൻ ജെയ്ക്സിൻ്റെ BGMനെ പോലെ ഈ സിനിമ സേവ് പോയിട്ട് പുള്ളിയുടെ BGM പല സ്ഥലത്തും മിഡായിരുന്നു, വെറും മിഡ്. അമരണ് അസദാലി കൊള്ളാം. ബാക്കിയെല്ലാം മറ്റേ ഡൗണായി പോകുന്ന സാധനങ്ങളായിരുന്നു. ഈവൻ വില്ലൻ്റെ ഒക്കെ BGM മ്യൂസിക് വളരെ മോശം. നമ്മൾ പല സിനിമകളിലും കണ്ട സാധനം. പിന്നെ അതല്ലാതെ ഡയലോഗ്സ്, എഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഈ എഴുത്തിന് ഈ റൈറ്റർ ജിനു എബ്രഹാം പുള്ളിയാണ് പ്രൊഡ്യൂസർ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് തെറി കേൾക്കത്തില്ല, പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു വലിയ ശിക്ഷ അറിയിക്കുന്നുണ്ട്. കാരണം അത്രയും മോശം റൈറ്റിങ്, ഇത്രയും വലിയൊരു ക്യാൻവാസ്, ഇത്രയും വലിയ ടീമും, ഈവൻ ലാലേട്ടൻ, ബാക്കി വേറെ പല ആക്ടേഴ്സും ഇപ്പോൾ പറയാമല്ലോ, അവർ ബാറ്റ 2 ഇപ്പോൾ അനൗൺസ് ചെയ്തതേ ഉള്ളൂ. ടൊവിനോ, സൗബിൻ, പൃഥ്വിരാജ്, ഇവരൊക്കെ ഡേറ്റ് കൊടുത്തിട്ടും ഇത്രയും മോശം എഴുതിയ പുള്ളി ഒരു ന്യായീകരണം അർഹിക്കുന്നില്ല. അത്രയും മോശം റൈറ്റിങ്. നമുക്ക് ഈ ക്യാരക്ടറിനോട് ഒരു പൃഥ്വിരാജ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് പൃഥ്വിരാജിൻ്റെ മാത്രമാണ് എന്തെങ്കിലും പറയാനുള്ളത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ ഒരാർക്കും ഇല്ല. ആമീർ അലി ഒരു സാധാരണക്കാരനെ വന്ന് പുള്ളിയെ സാഹചര്യം കൊണ്ട് പുള്ളിയെ ഗോൾഡ് സ്മഗ്ലർ ആക്കുന്നു. പിന്നീട് പുള്ളി അതിൻ്റെ തലവനാവുന്നു, കിങ് പിൻ ആവുന്നു. നമുക്കൊന്നുമില്ല. ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണ്. നമുക്കതിൽ കാണുമ്പോൾ ഒരു ത്രില്ല് വേണ്ടി. ഇപ്പം റീസെൻ്റായിട്ട് ദുരന്തറിൽ രൺവീർ സിംഗ് എങ്ങനെ സീറോയിൽ നിന്ന് ഹീറോ ആവുന്നു എന്നുള്ളൊരു ഇത് നമുക്കത് ഭയങ്കര, നമുക്ക് ആ ത്രില്ലിൽ നമ്മൾ ആ ഒരു ഹീറോയിസം നമ്മൾ കണ്ട് ആസ്വദിക്കുമല്ലോ. ഇതിലതില്ല. ഇവർ പറയുവാണ് ആമീർ അലി ഇപ്പം ഫസ്റ്റ് സ്വർണ്ണക്കടത്ത് നടത്തി, ആമീർ അലി ഇപ്പോൾ റിച്ചായി, ആമീർ അലി റിച്ചർ ആയി, ഇങ്ങനെ പറയുവാണ്. നമുക്കല്ലാതെ അതിലൂടെ ഒന്നും തോന്നുന്നില്ല. ഇവർ പറയുമ്പോൾ നമ്മളിങ്ങനെ തലയാട്ടി ഓക്കെ ശരി അടുത്തത്, അങ്ങനെ ഇത്രേ ഉള്ളൂ. നമുക്കല്ലാതെ വേറെ അതിലൂടെ ഒന്നും പറയാനില്ല. അപ്പം വെറും മോശം റൈറ്റിങ്. അതിൽ തന്നെ ക്യാരക്ടർ ആർക്സ് പൃഥ്വിരാജിൻ്റെ പോയി. പിന്നെ അതുപോലെ തന്നെ വില്ലനായിട്ടുള്ള നീലിൻ്റെ ഒരു കാര്യമില്ലാതെ വെറും വില്ലൻ. ഷമ്മി തിലകൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ഒരു ഡെപ്ത് ഇല്ലാത്ത ക്യാരക്ടർ. രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടർ ഒരു കാര്യമില്ലാത്ത ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ ഡയലോഗ്സ് വെറും അമച്വറിഷ് നാടകീയമായ ഡയലോഗ്. ഏത് കാലത്താണ് 90കളിൽ ഇതിൽ നല്ല ഡയലോഗുകൾ, നാച്ചുറലായ ഡയലോഗുകൾ ഉണ്ടല്ലോ സിനിമയിൽ. അങ്ങ് അത്രയും വൃത്തികെട്ട ഡയലോഗ്സ്. പിന്നെ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ ബാക്കി ആരും എനിക്ക് ഇമ്പ്രസ് ആയിട്ട് തോന്നിയില്ല.
ഷമീദിലാൻ കൊള്ളായിരുന്നു. പുള്ളി ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട്, ആശുപത്രി എന്നിട്ട് ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട്, അത് ഇഷ്ടപ്പെട്ടു. നല്ല നടനാണ്, അത് പുള്ളി പറയുന്നില്ല. നീൽ നിതീഷൊക്കെ പക്ക മിസ്കാസ്റ്റ്. പുള്ളി ഡയലോഗ് പറയുമ്പോൾ അപ്പുറത്തുള്ള റിയാക്ഷനാണ് ഇടുന്നത്, കാരണം പുള്ളിയുടെ ലിപ്സിങ് ശരിയല്ലാത്തതുകൊണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നായിക, ഒരു കാര്യമില്ലാത്ത നായിക മാളവിക ശർമ്മ. അങ്ങനെ മൊത്തത്തിൽ ഒന്നും പറയാനില്ല ആ ഒരു ഏരിയയിലോട്ടൊന്നും, എല്ലാം മോശം തന്നെയാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ കുറച്ച് പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാതെ അവസാനം പറയാൻ വെച്ചിരുന്ന കാര്യം, ഇതിൻ്റെ ടൈലൻ്റ്, അത് ഈ സിനിമയായിട്ട് കൂട്ടി പറയേണ്ട കാര്യമില്ല, കാരണം അത് ഈ സിനിമ പരിപാടി ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ഒരു മാറ്റമില്ല. അല്ലാതെ ഈ സിനിമയിൽ ലാസ്റ്റ് സീന് വന്നുകൊണ്ട് ചുമ്മാ ഞാൻ എൻ്റെ റിവ്യൂവിലും അവസാനം പറയുന്നത്, അല്ലാതെ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ്സോ നെഗറ്റീവ്സോ ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം അത് ചുമ്മാ ആളെ തിയേറ്ററിൽ കയറ്റുക. ഫസ്റ്റ് ഡേ മോഹൻലാൽ ഫാൻസിനെ തിയേറ്ററിൽ കയറ്റി പടം കഴിയുന്നു പോയപ്പോഴത്തേക്ക്, അത് പടം കഴിയുന്നു പോകുന്നതിന് മുന്നേ തന്നെ അവർ ചെയ്തായിരിക്കും. പക്ഷേ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയത്തില്ലല്ലോ, ഇവരെപ്പോഴാണ് ലാലേട്ടനെ സൈൻ ചെയ്തതെന്നൊക്കെ. ഇവർ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ട് ഇപ്പോൾ എനിക്കറിയാം, ഇവർ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ കഥ പറഞ്ഞ് ഓക്കെ ആക്കിയതാണ്. പക്ഷേ അല്ലാതെ കാണുന്നവർക്ക് ഈ പടം കഴിയുന്നു പോയപ്പോൾ ലാലേട്ടനെ വിളിച്ചാൽ തോന്നുള്ളൂ, കാരണം അത്രയും മോശം ഒരു ഇതിൽ ലാലേട്ടൻ വെറുതെ വന്ന് അഭിനയിച്ചൊരു ഫീലാണ്. ലാലേട്ടൻ്റെ സ്റ്റൈലിഷായിട്ട് പുള്ളിയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് പോയി, ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മിക്കവാറും OTT വരുമ്പോൾ ട്രോൾ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റൈലിഷായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനോടൊപ്പം ടൊവിനോനെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ഇതിൽ ടൊവിനോയുടെ ഒരു ട്രാക്ക് കാണിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക്. അത് എനിക്ക് കൊള്ളായിരുന്നു. അതൊരു പ്രോപ്പർ ഒരു റെഫറൻസ് എടുത്ത സാധനമാണ്. പ്രോപ്പർ മറ്റേ ഇൻസ്പിറേഷനൊന്നും അല്ല, അതിലും കൂടിയ കോപ്പി എന്ന് വേണം പറയാം. ആനിമൽ എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്, ഈവൻ ലുക്സിലും കോസ്റ്റ്യൂമിൻ്റെ കളറിൽ പോലും. പക്ഷേ അത് കൊള്ളായിരുന്നു. ചില സ്ഥലത്ത് ലാലേട്ടനെ പോലും നമുക്ക് ഔട്ട് സ്കോർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി, കാരണം പാർട്ട് 2 കുറച്ചും കൂടെ പുള്ളിയുടെ ഒരു ട്രാക്ക് കാണാൻ എനിക്ക് ഒരിത് തോന്നി. അല്ലാതെ സൗബിൻ ഭയങ്കര ഓവറായിരുന്നു. ആ വിഗ് ഓവറെന്ന് വെച്ചാൽ പുള്ളിയുടെ കോസ്റ്റ്യൂം, പുള്ളിക്ക് ഓവറാക്കാനുള്ളതൊന്നും ഇല്ല പടത്തിൽ, ചെറുതേ ഉള്ളൂ. പക്ഷേ പുള്ളിയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഓവറാക്കിയിട്ടാണ്, കാരണം കോസ്റ്റ്യൂമും വിഗും ഒന്നും ഒട്ടും മാച്ച് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു സീൻ കുറച്ച് ഹൈ തരുന്നുണ്ട്. പടം തീർന്നു കഴിഞ്ഞിട്ടുള്ള സീനാണ്, പടമായിട്ടൊരു ബന്ധമില്ല. ഖലീഫ അതും തമ്മിൽ ഒരു മാച്ച് ഒക്കെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് കോമൺ സെൻസ് ഉള്ളതുകൊണ്ട്, അത് നന്നായതുകൊണ്ട് മാത്രമേ ഈ പടം ഒന്നും ഹിറ്റാക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതുള്ളതുകൊണ്ട് അടുത്തൊരു പാർട്ട് എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. ആൻഡ് ഉള്ളതിലും ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയാനില്ല. ഞാൻ പറയില്ല, പല സ്ഥലത്തും കോപ്പി അടിച്ചതും പിന്നെ ഡയലോഗ്സിലൊക്കെ ആർട്ടിഫിഷ്യാലിറ്റിയും കോസ്റ്റ്യൂമിലൊക്കെ ആർട്ടിഫിഷ്യാലിറ്റിയും ഒക്കെ ഉണ്ട് പല സ്ഥലത്തും. പക്ഷേ സ്റ്റിൽ എന്തെങ്കിലും ഒരു ഹൈ തരാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ആകത്തൊക്കെ ഞാൻ ഭയങ്കര പ്രതീക്ഷ പോയി. ഈ ഓണത്തിന് ഇറങ്ങാനിരുന്ന സിനിമകൾ, ഇപ്പോൾ ഐ ആം ഗെയിം ആയാലും ഇപ്പോൾ നാളെ ഇറങ്ങുന്ന ബെത്ലഹേം ആണെങ്കിലും ഒക്കെ എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഖലീഫ തന്നെയാണ് ഈ കൂട്ടത്തിൽ. പക്ഷേ ഞാൻ ഓർത്തില്ല ഇതിൻ്റെ റൈറ്റർ ജിനു എബ്രഹാം ആയിരുന്നു എന്നുള്ളത്. എനിക്കറിയായിരുന്നു, പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല, കാരണം ഇവരുടെയൊക്കെ പ്രതീക്ഷ ഐനോബഡിയുടെ പ്രൊമോഷന് വന്നിട്ട് രാജുവട്ടം പറഞ്ഞത് മൊത്തം ഖലീഫയെ പറ്റിയാണ്. ആ സിനിമയെക്കാളും പുള്ളി പ്രൊമോട്ട് ചെയ്ത് ഖലീഫയെ പറ്റിയാണ്. പക്ഷേ എന്നിട്ട് ഇതിൻ്റെ പ്രൊമോഷന് പുള്ളി പങ്കെടുത്തതില്ല. പുള്ളി എന്നല്ല, ആരും ഇതിനെ പ്രൊമോട്ട് ചെയ്തില്ല. അപ്പം തന്നെ ഊഹിക്കായിരുന്നു. ഇന്നിപ്പോൾ റിലീസിന് ശേഷം ഇപ്പം ഇന്ന് വൈകിട്ടത്തേക്ക് ഖലീഫ 2 ദ ലെഗസി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഒരു കാര്യമില്ല, ആ പടമൊന്നും നടക്കുന്നുമില്ല. അതിൻ്റെ ഇതിൽ ലാലേട്ടൻ ഇപ്പം സ്റ്റേജിൽ കയറി പറഞ്ഞതാണ്, എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല, അടുത്ത് എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം പുള്ളിയോട് അറിയത്തില്ല, പുള്ളി ഒരു ബന്ധത്തിൻ്റെ പുറത്ത് വന്ന് ചെയ്തതാണ്. എന്തായാലും അങ്ങനെ ഒരു ഈ സിനിമ കണ്ടിട്ട് അതൊരിക്കലും സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അല്ലാതെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ കൊമേഴ്ഷ്യൽ പടമായിട്ട് ഇമാതിരി ഡ്രാമയൊക്കെ മാറ്റി ഒരു പ്രോപ്പർ ഒരു ആക്ഷൻ ഫ്ലിക്കായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1.75 ഔട്ട് ഓഫ് 5 ആണ്. ഹൈലി ഡിസപ്പോയിൻറ്റഡ്.